തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഖാവ് PTBയെ അനുസ്മരിച്ചുകൊണ്ടുള്ള അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ സുപ്രധാനമായ പങ്കാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വഹിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് ചുവടുപിടിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ കയ്യൊപ്പ് ചാർത്തിയ ഒരു മനുഷ്യനാണ് സഖാവ് PT ബാബു, സഖാവ് KS കുര്യാക്കോസ്, സഖാവ് P ഭാർഗവി വേണ്ടി അർദ്ധവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സഖാവ് നിവേദനോട് അഭ്യർത്ഥിക്കുകയാണ്. അധ്യാപകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതുപോലെ അടുത്ത ബന്ധമുള്ള ആളാണ് നാരായണ മാഷ്, ചന്ദ്രശേഖരൻ. കുറച്ചെനിക്കും അറിയാം. അദ്ദേഹം മുൻ തലമുറയുടെ ഭാഗമായിരുന്നെങ്കിലും PTB എല്ലാ കാലത്തും പിൻതലമുറയോട് സംവദിക്കാൻ, ഇഷ്ടം കൂടാൻ, ചെങ്ങാത്ത സ്ഥാപിക്കാൻ എല്ലാം ശ്രമിച്ചു വന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് വളർത്തി ചേർന്നു എന്തും പറയാനുള്ള വ്യക്തിബന്ധമുണ്ടായി, അവകാശമുണ്ടായി. NA ബാലറാം അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരും അദ്ദേഹത്തെ ആദരിക്കുമായിരുന്നു. അച്യുതമേനോനും KC ജോർജും PV തോമസും ജമ്മുനുമെല്ലാം PTBയെ കണ്ടാൽ ഉപചരിക്കുമായിരുന്നു. ആ PTBക്ക് പക്ഷേ അത്തരം വൻ നേതാക്കന്മാരെ മാത്രം കാണാനോ മിണ്ടാനോ അല്ല താല്പര്യമുണ്ടായിരുന്നു. അതെല്ലാം കണ്ടാലുണ്ട്, അപ്പോൾ നമുക്ക് പറയും ശ്രമിച്ചാൽ അത്ഭുതം തോന്നിപ്പോകും. അത്ഭുതാർഹമായ അത്തരം ശക്തികളുടെ ഉടമത്തിലായി വിഷയങ്ങളെന്ന് പറയും. ആദ്യം പറയേണ്ട പേര് ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ അദ്ദേഹം എപ്പോഴും അടുത്തേക്ക് വിളിച്ചു അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുമായി അടുത്ത ആളായി മാറിയത്. PTBയുടെ മകനാണ് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സുരേഷ് ജനീകത്തിൻ്റെ ജനറൽ മാനേജറായിരുന്നു. PSCയിലെ അംഗമായിരുന്നു. അതിനു മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം AISFൻ്റെ നേതാവായിരുന്നു. ഞാനടക്കമുള്ള പലരുടെയും ആത്മസുഹൃത്തായിരുന്നു. ആ ബന്ധം മുഖേനയാണ് ഞാൻ PTBയുമായി ഏറെ എടുത്തത്. ഏറെ എന്ന് പറഞ്ഞാൽ ഏറെ എന്ന് പറയണം. അത്ര അടുപ്പമുണ്ടായിരുന്നു. സുരേഷിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ എൻ്റെ ഒരു താവളം വഞ്ചിയൂരിലെ അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. എല്ലാ പത്രങ്ങളും വാരികകളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടെയാണ് PTBയുടെ ജീവിതം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി എല്ലാവരും വരും. എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരും ദിവസങ്ങളായ പത്താലങ്ങളുടെ നേതാക്കന്മാരും എല്ലാം അദ്ദേഹത്തെ കാണാൻ വരും. ആ തിരക്കെല്ലാം ഉള്ളപ്പോൾ അദ്ദേഹം ഞങ്ങളൊക്കെ ചെന്നാൽ നിസ്സാരന്മാരാണ് ഞങ്ങളെങ്കിൽ പോലും അല്പനേരം ഞങ്ങൾക്കായി മാറ്റിവെക്കുമായിരുന്നു. ഞാൻ പിന്നെ ആ വീട്ടിലെ അന്തേവാസിയായി. വൈകുന്നേരം ചെന്നാൽ രാത്രിയിലേക്കാണ് തിരക്കത്തിൻ്റെ ആദ്യം ഒറ്റോളം പറയാം. സുരേഷിൻ്റെ അമ്മ PTBയുടെ ഭാര്യ അമ്മയുടെ എല്ലാം ഭക്ഷണത്തോടെ ഉണ്ടാക്കത്തിരുന്ന ദോശയോ ഇഡ്ഡലിയോ കഞ്ഞിയോ എല്ലാം കുഴിച്ച് അവിടെ കിടന്ന് രാത്രിയിൽ PTBയെ സംസാരിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കാം. അതേപ്പറ്റി ഒരു അറിവുകൊണ്ടുകൂടി അദ്ദേഹത്തിന് എല്ലാം കഴിഞ്ഞ് രാവിലെ ആഹാരവും കഴിച്ച് കുളിച്ചടന്ന് പുറപ്പെടുന്നൊരു ജീവിതശൈലി കുറേ വർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. AISFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കാലം മുഴുവൻ എന്ന് പറയാം. ഞാനും സഖാവ് KP രാജേന്ദ്രനും അന്ന് AISFൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമായി. സഖാവ് രവിയേട്ടൻ അന്ന് AISFൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞങ്ങളുടെ എല്ലാം വഴികാട്ടിയുമായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഒരുപാട് തരത്തിൽ PTBയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി തല താഴ്ത്തിപ്പിടിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ സിദ്ധികളെ പറ്റിയൊന്നും ഞാൻ ഒരുപാട് പറയാൻ ശ്രമിക്കുന്നില്ല. ഒരു പക്ഷേ ധാരാളം മാഷോ അല്ലെങ്കിൽ വലിയേട്ടെന്ന് അതിനെ പറ്റി പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വെളുത്ത അരക്കൈ ഷർട്ട്, പിന്നെ അതെല്ലാമായിട്ട് വൈകുന്നേരം ഒരു 5 മണി കഴിയുമ്പോൾ വീട്ടിൽ നടക്കാനാണ് തിരുവനന്തപുരത്തിൻ്റെ രാജവീതിയിൽ കൂടി. എത്ര പേരാണ് അദ്ദേഹത്തെ കണ്ട് ആദരവണിയുന്നത്. PTV-യുടെ ഔദ്യോഗിക ചുമതലയെ പറ്റി പറഞ്ഞു. മലബാർ ജില്ലാ ബോർഡിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ അതൊക്കെ വേറെ പറയുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായതുകൊണ്ട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഭാഗമല്ലായിരുന്നു. നിർവാഹമെല്ലാം ഉണ്ട്. അതെല്ലാം മുഖ്യ കാര്യങ്ങളല്ല. ഇപ്പോൾ മുഖ്യ കാര്യം കേരളത്തിൻ്റെയും മലബാറിൻ്റെയും ജനകീയ ഭരണത്തിൻ്റെ പിൽക്കാല വഴികാട്ടിയായി മാറിയ ഇടതുപക്ഷം എന്നും സമാനത്തോട് ഉയർത്തിപ്പിടിക്കണമെന്ന മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഭരണത്തെ നയിച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു പഠിക്കാൻ. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി ഐക്യകേരളത്തിലെ ഒന്നാമത്തെ സർക്കാർ CPI രൂപീകരിച്ചപ്പോൾ ആ ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും അറിയാം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. മുണ്ടശ്ശേരി മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ലായിരുന്നു, പാർട്ടി സ്വതന്ത്രനായിരുന്നു. പക്ഷെ ആ സ്വതന്ത്രൻ കേരളത്തിൻ്റെ ഭൗതിക മണ്ഡലത്തിൽ മഹത്തായ സ്ഥാനമുള്ള ഒരു സ്വതന്ത്രനായിരുന്നു. ജസ്റ്റിസ് BR കൃഷ്ണയ്യർ അന്ന് ജസ്റ്റിസ് അല്ല, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച സഹോദരന്മാരായിരുന്നു. അവരും കൂടി കൈപറ്റിയാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 57 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്കലാപ്പില്ലായിരുന്നു. ഈ സ്വതന്ത്രമാരായിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഭരണത്തിനെതിരായിട്ട് ഏത് കൊടുങ്കാറ്റ് വീശിയായിരുന്നു. കാര്യം അൻവറും ഇന്നിപ്പോൾ സ്വതന്ത്രനാണ്. അതാണ് ഉണ്ടായ മാറ്റം. അൻവറിനെ പറ്റി ഇതൊരു പറഞ്ഞുകൊണ്ട് എന്താ, കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനാണ്. അതുപോലെ പാർട്ടി ചിലത്തിൽ മത്സരിച്ചാളായിരുന്നു ആലപ്പുഴയിലെ പഴയ MP ഡോക്ടർ മനോജ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പിൽക്കാലത്ത് ഇങ്ങനെ ഒരുപാട് പേർ ഭാഗ്യം തേടി വന്നിട്ട് സ്വതന്ത്രമായി മത്സരിക്കും, ജയിക്കും, സ്ഥാനം കിട്ടും, പിന്നെ അവർ പാലം പിടിക്കും. അങ്ങനെ പോകുന്ന സ്വതന്ത്രന്മാരെ ഏറെ കാണുന്ന ഈ കാലത്ത് 57 ഈ സ്വതന്ത്രന്മാരെ പറ്റിയെല്ലാം ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചാൽ നല്ലതായിരിക്കും. ഏത് പഠനത്തിൻ്റെയും ഒരു ഗവേഷണ വിഷയമാക്കി മാറ്റാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 സ്വതന്ത്രന്മാരും പിൽക്കാലത്ത് CPM-ഓ CPI-യോ രാഷ്ട്രീയത്തിൻ്റെ ഈ ചട്ടക്കൂടുകളോ വഴികളോ ഇല്ല. മുണ്ടശ്ശേരി മാഷ് അത്രയേറെ അറിയില്ലായിരുന്നു. മുണ്ടശ്ശേരി മാഷപ്പോൾ ഒരു വലിയ ആൾക്ക് മഹാവീരമാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാൾ. അദ്ദേഹവുമായി രാഷ്ട്രീയം പറയാനുള്ള കെൽപ്പുള്ളതാണ്. സഹായിക്കാൻ വേണ്ടി പോകേണ്ട പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പാർട്ടിക്ക് തോന്നി. അപ്പോഴും പാർട്ടി കണ്ടെത്തിയ ആ പ്രൈവറ്റ് സെക്രട്ടറി ഈ PTV-യായിരുന്നു. അങ്ങനെയാണ് PTV-യുടെ വ്യക്തിത്വമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തിരക്കി കടന്നു വരുന്നുണ്ട്. അതെല്ലാം ഞാൻ പറയാൻ പോയാൽ ഒരുപാട് നേരമുണ്ട്. ഇവരോട് പല സഹാക്കളും സ്നേഹപൂർവ്വം പറയും, നിങ്ങൾ പാർട്ടി നേതാവാണ്, പാർട്ടി സെക്രട്ടറിയാണ്, നിങ്ങൾ ഇങ്ങനെ നിൽക്കണം. ഞാനിങ്ങനെ നിൽക്കേണ്ട എല്ലാ ഘട്ടങ്ങളും നിൽക്കുന്നവരാണ്. ഒരു മർദ്ദനമോ വെല്ലുവിളിയോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാ അന്തസ്സും പഠിച്ചുകൊണ്ട് ഒരിക്കലേക്കാൾ ഉറപ്പോടെ നിൽക്കുള്ളൂ. പക്ഷേ സുരേഷിനെ പറ്റി പറയുന്നു. അതുപോലെ സ്നേഹപ്പെടുന്ന സഹാക്കൾ കമ്മ്യൂണിസ്റ്റുകാരന് അതുകൊണ്ട് സങ്കടം വരണം. ഞാനൊരു പിടിവള്ളിയെ പോലെ പലപ്പോഴും ആ വാക്ക് ഓർക്കാറുണ്ട്. യാന്ത്രികമായൊരു ജീവിതമല്ല കമ്മ്യൂണിസ്റ്റ് ജീവിതം, അത് പൂർണ്ണമായും മനുഷ്യ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെതെല്ലാം അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എൻ്റെ കണ്ണുനീർ നിങ്ങളെ അലോസരപ്പെടുത്തുകയും ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതിനർത്ഥം എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി
സമരഭീതി വന്നതുകൊണ്ടല്ല. അതിലൊക്കെ ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി മരിക്കുന്നത് വരെയും എവിടെയും സമരഭീതി വാങ്ങില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കൊടി എന്താണെന്ന്, ആ കൊടിക്ക് ഈ നിറമുണ്ടായാൽ എങ്ങനെയാണ്, ആ നിറം ഉണ്ടാകാൻ വേണ്ടി എത്രയോ മരിച്ചു കിടക്കുന്നു. എല്ലാം ഓർത്തുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് നിലവും കാരണം ഒരിക്കലും സമരഭീതമാകാൻ പറ്റില്ല. അത് പറ്റി ഉറപ്പാണ്. ഞാൻ PTVയെ പറ്റി, സുരേഷിനെ പറ്റി ഇനി വ്യക്തിപരമായി ഒരുപാട് പറയാൻ ശ്രമിക്കുന്നില്ല. എപ്പോഴും മനസ്സിൽ സ്നേഹമായിരിക്കാം, നഷ്ടബോധമായിരിക്കാം. എന്തായാലും എനിക്കതുകൊണ്ട് സഹാക്കളുടെ മുമ്പിൽ അത് ഏറ്റുപറയാൻ ഞാൻ പഠിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. സാക്ഷാൽ ഫിദൽ കാസ്ട്രോയോട് ചോദിച്ചു ഒരു പത്രക്കാരൻ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇതുപോലെ വികാരമുള്ള അവകാശമുണ്ടോ? അയാൾ സെന്റിമെന്റലാകാൻ പോലും. കാസ്ട്രോ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിൻ്റെ 5-6 കൊല്ലം മുമ്പാണ്. ഞാൻ പറഞ്ഞു, വൈ നോട്ട്, എന്തുകൊണ്ട് പാടില്ല? ഞാൻ പോയിട്ടുണ്ട്. 85 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബോംബ് വീണ ദിവസമാണ്. അതിൻ്റെ 40-ാം വാർഷികത്തിലാണ് ഞാൻ പോയത്. അവിടുത്തെ ഒരു വലിയ സമ്മേളനത്തിലെ അതിഥിയായി ലോക ജനാധിപത്യ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റായിട്ട് ഞാൻ പോയതാണ്. അവിടെ BVIPയെ പോലെ എന്നെ എല്ലാവരും സ്വീകരിച്ചു. അന്ന് ഒരു ആളെ ഞാൻ കണ്ടു, പ്രായമായ ഒരാളെ. അയാൾ ജപ്പാനിലെ ആറ്റം ബോംബിനിരയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സംഘടനയുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷ. അവരുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. ആ മനുഷ്യനോട് പറഞ്ഞത്, ഊഹിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ചൊല്ലി അസൂയപ്പെടുന്ന കാലമുണ്ടാകും. കേട്ടില്ലേ? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ചൊല്ലി അസൂയപ്പെടും. അത് സംഭവിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ഉണ്ടാകും. ബോംബിൽ ഞങ്ങൾ മരിച്ചില്ല, മരിക്കാത്ത ഞങ്ങൾക്ക് പക്ഷേ ജീവിതം മരണം പോലെ അതിനേക്കാൾ ഭീകരമായി തോന്നുകയാണ് പലപ്പോഴും. അത്രമാത്രം വയ്യായില്ല, വേദനകൾ, ചിത്തപ്രബന്ധം. മരിച്ചിട്ടില്ല, പക്ഷേ ജീവനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ ഇവിടെയാണ്, പെട്ടെന്ന് ഇവിടെയായിരിക്കും. ചിലപ്പോൾ ഭ്രാന്ത് പിടിച്ചു പോയാൽ, ചിലപ്പോൾ മൗനം കൊണ്ടിരിക്കേണ്ടി വരും. ഇവർക്കെല്ലാം വന്ന ഗതിയാണ്. തലമുറ കൈമാറി ആ ദുരന്തം മാറി വരികയാണ്. അതേപ്പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ചൊല്ലി അസൂയപ്പെടുന്ന കാലം വരുന്നു. അതേ വാക്ക് ഞാൻ കേട്ടു ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം നമ്മുടെ പാർട്ടി ശക്തമായ പാർട്ടിയാണ്. അത് തോട്ടം മേഖലയാണ്. അവിടുത്തെ ഏറ്റവും പ്രബലമായ യൂണിയൻ AITC യൂണിയനാണ്. അവിടെ പലവട്ടം ഞങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഡിബേറ്റ് പലവട്ടം പോയിട്ടുണ്ട്. ഞാനും പലവട്ടം പോയിട്ടുണ്ട്. പാർട്ടി കുട്ടികൾക്ക് ജനറൽ ബോഡിക്കെല്ലാമായി വിശുദ്ധന്മാരായ സഭാക്കൾ അതിൽ പലരും ഇന്നില്ല. അവരെപ്പറ്റി കരഞ്ഞപ്പോഴാണ് ഒരമ്മ പറഞ്ഞത്, മരിച്ചുപോയെങ്കിൽ എന്ന് ഓർക്കുകയാണ്. എനിക്ക് ജീവിക്കണ്ടായിരുന്നു. എൻ്റെ മോനും പോയി, അവൻ്റെ അച്ഛനും പോയി. ഞാൻ ജീവിതം തിരിച്ചു കിട്ടി. എല്ലാവരും പറയുന്നു ഞാൻ ഭാഗ്യവതിയാണ്. എന്തിനാണ് ഈ ഭാഗ്യം? അവരെ ചൊല്ലി ഞാൻ അസൂയപ്പെടുത്തുമെന്ന് ആ അമ്മ പറഞ്ഞത് എൻ്റെ കാതിലൂടെ പോയി. അതാണ് ദുരന്തം. മരണത്തിൽ എണ്ണം കൊണ്ട് മാത്രമല്ല, കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും മനസാക്ഷിയുള്ളവർക്കും എല്ലാവർക്കും വേഗം മനസ്സിലാകും ആ ദുരന്തം തീവ്ര ദുരന്തമായിരുന്നു. അതിൻ്റെ പേരാണ്
ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഇന്നലെ അവർക്ക് ബോധം വന്നു. വയനാട്ടിലുള്ള ഏകരോധാണ്. ഇതുവരെ കേരളത്തോട് കാണിച്ച കൊടും വഞ്ചന ചതി നമുക്ക് നോക്കാൻ പറ്റില്ല. നക്കാപ്പിച്ച കാശ് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ദേശീയ ഡിസാസ്റ്റർ ഫണ്ടിലെ തുക പങ്കുവയ്ക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിനും കൊടുക്കാൻ, എല്ലാ കൊല്ലവും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കടപ്പെട്ട ഭാഗമാണ്. അത് നമുക്ക് എല്ലാ കൊല്ലവും കിട്ടും. ആ കിട്ടിയ സംഖ്യ പറഞ്ഞുകൊണ്ട് ആ സംഖ്യയിലെ 153 കോടിയോ മറ്റുമാണ്. അത്രയും സംഖ്യ ഉണ്ടല്ലോ. പിന്നെ വേറെ പണം എന്തിനാണ്? 2211 കോടിയുടെ നഷ്ടം സാമാന്യമായി കണക്കാക്കി കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും അറിയിച്ച് പലവട്ടം പോയി അതൊക്കെ വിട്ടുപിടിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് സാക്ഷാൽ മോദി ഇവിടെ നേരിട്ട് വന്ന് നാടകമെല്ലാം കളിച്ചു. ഒരു കൊച്ചിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഓമനിച്ച് കവിൾത്തലോടി ഉമ്മ വെച്ച് ആ കുട്ടിയപ്പോൾ മോദിയുടെ ആ താടി രോഗങ്ങൾ തലോടി അതിന് പണമെല്ലാം എടുത്ത് ലോകം മുഴുവനും മോദി ആഘോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയാണ്. വടക്ക് ചെന്ന ഉടനെ തന്നെ തീരുമാനമുണ്ടാകുമ്പോൾ ആ പൈസ മതി, അതിൻ്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാണ് കേന്ദ്ര ഗവൺമെൻറ്. പിന്നെയും നിർത്തിയിട്ടില്ല. ദുരന്തമുണ്ടായപ്പോൾ ഇപ്രാവശ്യവും കുറച്ചുപേരെ രക്ഷിച്ചത് ആർമി അയച്ച ഹെലികോപ്റ്റർ മുഖേനയാണ്. 2018 പ്രളയം വന്നത്. ആ പ്രളയകാലത്ത് ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗമാണ് നമ്മുടെ കേരളം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആർമിയുടെ ഹെലികോപ്റ്റർ വിമാനങ്ങളെല്ലാം വന്നിട്ടുണ്ടാകും രക്ഷപ്പെടുത്താൻ വേണ്ടി ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ്. അതെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ട് ഒരു കത്തയച്ചിരിക്കുകയാണ്. ഈ നിലയിൽ കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കേരള സർക്കാർ ഇത്രയും പണം അടിയന്തരമായിട്ടും തിരിച്ചടയ്ക്കണം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനതയെ മുദ്രാവാക്യം വിളിക്കുന്നത് ഒരുപാട് പേരുണ്ട്. നമുക്ക് നമ്മുടെ മുദ്രാവാക്യമാണ്. ആ ഇന്ത്യയുടെ ഭാഗമല്ലേ നമ്മൾ? കേരളക്കാർ ഇന്ത്യയുടെ ഭാഗമല്ലേ? മലയാളി ഇന്ത്യയുടെ ഭാഗമല്ലേ? നമുക്ക് ലഭിക്കേണ്ട ഭാഗ്യത്തെ ലഭിക്കാതെ പോയി. ഈ ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF ഉന്നയിച്ചത്. BJPയും RSSഉം ഉണ്ടാക്കി വെച്ച തൊപ്പിയില്ലേ, ആ തൊപ്പി ചതുർഭംഗ തൊപ്പിയാണ്. ആ തൊപ്പിക്ക് എന്ത് കേട്ടാലുമുള്ള അത് മനുസ്മൃതിയുടെ സൂചിയും നൂലും കൊണ്ട് ഉണ്ടാക്കിയ തൊപ്പിയാണ്. മനുസ്മൃതിയും ചതുർഭംഗവുമല്ല ഹിന്ദുത്വം, അതല്ല ഹിന്ദുമതം എന്നുറപ്പാണ് എല്ലാവർക്കും, ഉറപ്പാണ് എല്ലാ ശ്രീനാരായണികൾക്കുമെന്നും CPIക്ക് അറിയാം. യഥാർത്ഥ ശ്രീനാരായണികൾക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും എന്താണോ അതിൻ്റെ എല്ലാം ഘടകവിരുദ്ധമാണ് BJP RSS രാഷ്ട്രീയമാണ്. പക്ഷെ അവരിപ്പോൾ ചിന്തിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഹിന്ദുക്കളെ മാത്രമല്ല, സൗന്ദര്യം മാത്രമല്ല, ബ്രാഹ്മണ ക്ഷത്രിയരെ മാത്രമല്ല, സമസ്ത ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കൂടെ തന്നെ പള്ളിയെ പിടിക്കണം, ബിഷപ്പിനെ പിടിക്കണം, ആർച്ച് ബിഷപ്പിനെ കാണണം, എല്ലാവരെയും കാണണം, എല്ലാവർക്കും വിരുന്ന് കൊടുക്കണം, കേക്ക് കൊടുക്കണം. അതെല്ലാം കൂടെ രക്ഷപ്പെടുകയാണ് കേരളത്തിലെ ശ്രീനാരായണ പുത്രത്തെയും സ്വന്തം പാട്ടിലാക്കാൻ. ആ കളി വേണ്ട. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വായിക്കേണ്ടത് മറ്റൊന്നുമല്ല, വായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ്. അത് വായിച്ചാൽ ഒരുപക്ഷെ വെളിവുണ്ടാകും. വേറൊന്നും ഞാൻ പറയേണ്ടതില്ല. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആണിതെന്ന് എഴുതി വെച്ച ഒരാൾ അദ്ദേഹം സ്ഥാപിച്ച ഒരു അമ്പലത്തിന് കിട്ടിയത് അതാണ് ശ്രീനാരായണ ഗുരു. ചിന്തിക്കാൻ കഴിയുമോ അത് BJPക്കാർക്ക്? ചിന്തിക്കാനാകുമോ RSSകാർക്ക്? ആ കൈകൾ പൊങ്ങുമോ എഴുതി വെക്കാൻ വേണ്ടി? ഒരിക്കലും പൊങ്ങില്ല. അവർക്കറിയില്ല ആരാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹമാണ് അരുവിപ്പുറത്തെ ആ നദിയിൽ മൃഗാലയങ്ങളിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് അതുമായി പൊതി വന്നു.
ആ കല്ലുമലൻ്റെ കരയിൽ കയറി ആ കല്ലദ്ദേഹം സ്ഥാപിച്ചു ഒരു പീഠത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ശിവൻ, ഇതാണ് ശിവൻ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പൂജിക്കണമെങ്കിൽ ഈ ശിവനെ പ്രാർത്ഥിക്കണം. ഇത് കല്ലല്ലേ? അദ്ദേഹം പറഞ്ഞു, അല്ല, ഇതാണ് ശിവൻ. നിങ്ങൾക്ക് അമ്പലം വേണമെന്നല്ലേ, പ്രാർത്ഥിക്കൽ വിഗ്രഹം വേണമെന്നല്ലേ, ഇത് മതി. ഈ വിഗ്രഹത്തിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതാണ് ശിവൻ എന്ന് പറഞ്ഞപ്പോൾ ആ ധൈര്യം അത് മനസ്സിലാകും ശ്രീനാരായണികർ. ചിന്തിക്കാൻ കഴിയുമോ ബിജെപിക്ക് കാര്യം? ബോധ്യപ്പെടാൻ കഴിയുമോ RSSകാർക്ക്? അക്കൂട്ടരുടെ അന്നത്തെ ആൾക്കാർ ബഹളം വെച്ചു. അത് രക്ഷപ്പെടേണ്ട പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഇത് ഞങ്ങളുടെ ശിവനാണ്. ആ കല്യാണമാണ് ശ്രീനാരായണ. അതാണ് ആ ദർശനം. അത് BJPക്ക് അറിയില്ല. അവർക്ക് വേണ്ടത് ആ വോട്ടാണ്. വലിയ വോട്ട് ബാങ്കായി പുറത്തേക്ക്. ആ വോട്ട് ബാങ്ക് വേണം അവർക്ക്. ആ കളി വേണ്ട. ഒരാൾ പറയുകയാണ്, പണ്ട് ഇനി അമ്പലങ്ങൾ പണിയാണ്ടാകും. വർക്കല ശിവഗിരിയിലെ ആ സ്ഥലത്ത് ശരദാദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങൾ വേണ്ട, ഇനി വേണ്ടത് പള്ളിക്കൂടങ്ങളാണ്. ഇതാണ് ശിവനാരായണ ഗുരു. വേണ്ടുവോളമായി ക്ഷേത്രങ്ങൾ. ഇനി വേണ്ടത് ക്ഷേത്രങ്ങളല്ല, പള്ളിക്കൂടമാണെന്ന് 100 കൊല്ലം മുമ്പ് ഒരു സന്യാസി പറയുകയാണ്. 100 കൊല്ലം മുമ്പ് ഒരു സന്യാസിക്ക് അത് പറയാൻ നാക്ക് പൊങ്ങിയെങ്കിൽ, പ്രജ്ഞ വർദ്ധിച്ചുവെങ്കിൽ ആ സന്യാസി വെറും സന്യാസിയല്ല. ആ സന്യാസി സാമൂഹിക ബോധമുള്ള വിപ്ലവകാരിയാണ്. ആ വിപ്ലവകാരിയെ സന്യാസിയെ കമ്മ്യൂണിസ്റ്റുകാർ 2 കൈയിൽ നിന്ന് സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. വ്യക്തിത്വമുണ്ട്, ദൂരക്കാഴ്ചയുണ്ട്, ദാർശനിക മൂല്യബോധമുണ്ട്. അതിനെ അറിയാൻ കമ്മ്യൂണിസ്റ്റുകാർ. ആ സന്യാസി പറയുകയാണ്, ആ യാത്ര ആലുവയിലെത്തിയപ്പോൾ ഒരു എല്ലാവരും വഴക്കുണ്ടാക്കുന്നു. ഈ മതം ശരി, ആ മതം തെറ്റ്, എൻ്റെ മതം കേരളം, മറ്റേ മതം പോക്ക്. ഈ വഴക്കെല്ലാം കണ്ട് അദ്ദേഹം പറയുന്നു, എല്ലാവരും ഒന്നിച്ചിരുത്തണം. എല്ലാ മതക്കാരെയും അദ്ദേഹം ക്ഷണിച്ചു വരുത്തി ആലുവയിലെ തൻ്റെ ആശ്രമത്തിലേക്ക്. അതാണ് അദ്വൈതാശ്രമം. അങ്ങോട്ട് വിളിച്ചു വരുത്തി എല്ലാ മതക്കാരെയും, ലോകത്തിലുള്ള എല്ലാ മതക്കാരെയും അദ്ദേഹം പാടുപെട്ട് ക്ഷണിച്ചു വരുത്തി. ആ ലോകത്തിൽ ആരംഭത്തിൽ അവിടെ എഴുതി വെച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്. ഇതാണ് ശ്രീനാരായണ ഗുരു. BJPക്ക് അറിയാമോ ഇതാണ് ഗുരുവിന്? വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, സംവാദങ്ങളെല്ലാം അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. അത് പറഞ്ഞു പോകുന്നു SNDPയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചില BJP നേതാക്കന്മാർ. ആര് പറഞ്ഞാലും ആ മതം തെറ്റാണ്. ഇനിയും ഞാൻ പറയട്ടെ, ഒരാൾ 100 കൊല്ലം മുമ്പ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. വിളംബരം അദ്ദേഹത്തിന് പത്രങ്ങളൊക്കെ കൊണ്ട് വായന എല്ലാം ഒരു വലിയ കഥയാണ്. എന്ന് പറഞ്ഞാൽ ആ കുടുംബമാകെ PTBയിൽ നിന്ന് തുടങ്ങി സുരേഷ് ഉൾപ്പെടെയുള്ള തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ നിധികുംഭങ്ങളായിരുന്നു അത് എന്നതാണ് വസ്തുത. സുരേഷ് നല്ല സുഹൃത്താണ്. വിവിധ സന്ദർഭങ്ങളിൽ നേരിട്ട് ബന്ധപ്പെടാനും ഒന്നിച്ച് കഴിയാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. PTB എന്ന് പറയുന്ന മാനുഷികമായ, എന്ന് വേണമെങ്കിൽ വിശേഷിക്കുക അസാധാരണമായ ഒരു ജീവിത കാലഘട്ടത്തിൽ ഇടയിൽ അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സംഭാവനകളിലേക്ക് തിരിഞ്ഞാൽ അതൊരു അസാധാരണമായ കഴിവാണ് നമുക്ക് കാണുന്നത്. ആ വിജ്ഞാന ഭണ്ഡാകാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് അറിയിക്കുക എന്നതാണ് ഈ ടെസ്റ്റും അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രദേശം എടുത്താൽ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭൂപ്രദേശം തൃശ്ശൂർ തൊട്ടി തിരുവിതാംകൂർ കൊച്ചിയും എന്ന 2 ഭരണപ്രദേശങ്ങൾ അതിനപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര ഒരു ഭൂമിയുടെ പ്രദേശത്തിൻ്റെ കണക്കെടുത്താൽ പകുതിയോളം വരുന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരികൾ ആദ്യമായി
കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴി ആ വഴിയിൽ മുന്നോട്ട് പോകാൻ PT ഭാസ്കരൻ പണിക്കർ ലളിതമായി മാർസമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാർസം കുട്ടികൾക്കുണ്ട്, ശാസ്ത്രം കുട്ടികൾക്കുണ്ട്. എല്ലാം പഠിപ്പിച്ച വലിയ മഹാന്റെ ഓർമ്മ നാട്ടിലാകമാനം വ്യാപിപ്പിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. കാസർഗോഡ് ആദ്യത്തെ പരിപാടിയാണ്. എന്നാൽ ഇനി അടുത്തൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എല്ലാ ജില്ലകളിലും പോകണം. അങ്ങനെ ഇത് വളർത്തിയെടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരുപാട് താമസിച്ചു പോയി. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. കുറേ അതിനെ നമ്മൾ പറഞ്ഞിട്ട് അവിടെ ഇനി നമുക്ക് കാണാം. നിങ്ങൾ ഇവിടെ ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന മുഴുവൻ ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ഫൗണ്ടേഷന് വേണ്ടി ഈ പരിപാടിക്ക് നന്ദി പറയാൻ നമ്മുടെ രാജ്യം നന്ദി പറയും. നന്ദി പറയാൻ പറ്റിയ ആൾ രാജ്യം തന്നെയാണ്. രാജിവെച്ച് എൻ്റെ ഡ്രൈവറോടെല്ലാം പറഞ്ഞ് നിങ്ങൾ പോയി പോന്നു. എല്ലാവരും തിരിച്ചയച്ചിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് MS ഭാരതത്തിൽ വന്ന ആക്ഷോഭനോ അതാ ഈ പാർട്ടിയുടെ പാരമ്പര്യം. ഈ പാർട്ടി ലാളിത്യത്തിന്റെ പാർട്ടിയാ. ഈ പാർട്ടി മനുഷ്യ സ്നേഹത്തിന്റെ പാർട്ടിയാ. ഈ പാർട്ടി ത്യാഗികളുടെ പാർട്ടിയാ. ഈ പാർട്ടി മനുഷ്യന് വേണ്ടി പോരാടുന്ന പോരാളികളുടെ പാർട്ടിയാ. അതുകൊണ്ടാണ് ഭാസ്കര പണിക്കരെ പോലെ, ഭാസ്കര പണിക്കർ എന്ന് പറയുന്ന ആള് PSC മെമ്പറായിരുന്നു. PSC മെമ്പറായിരുന്നു PT ഭാസ്കര പണിക്കർ. അല്ലേ, എന്തൊരു മാന്യം. മാത്രമല്ല PTV നമ്മൾ പാർട്ടി ക്ലാസ് എടുക്കും ആളുകൾ. പാർട്ടി ക്ലാസ് എടുത്ത പോലെ PTV എത്ര ലളിതമായിട്ടാണ് എന്താണ് മാർക്സ് എന്ന് PTV പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ മാർക്സം എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്സം പഠിച്ചു വന്നതല്ല കേട്ടോ, സാക്കൾ പറയുക. ഒരു ദിവസം ഞാൻ പാർട്ടി ജനറൽ ബോഡിക്ക് പോയി. പാർട്ടി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാ. കേരളം CPI ഉൾപ്പെടെയുള്ള പാർട്ടി ഭരിക്കുക. ചന്ദ്രശേഖരനാര് മന്ത്രിയാ. ചടയമംഗലത്ത് തിരിച്ചു വരണം. ഞാൻ ബസ്സിന് കാത്ത് നിൽക്കുക. അപ്പോഴാണ് നമ്മളെ പാർട്ടിക്കാരനായ കരിയൻ രവി വണ്ടി അയച്ച് ഇങ്ങനെ വരിക. എന്നെ കണ്ടപ്പോൾ വണ്ടി നിർത്തി. എന്താ കേട്ടത്? നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ കയറി. ഞാൻ ആ വണ്ടി കയറി തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങുമ്പോൾ സഖാവ് വെടിയം ഭാർഗവൻ. വെടിയോടി എവിടെ പോയി ഞാൻ സംഭവം പറഞ്ഞു. ആ നാളെ രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ എന്നെ കണ്ടപ്പോൾ വെളിയെ പറഞ്ഞു, വാ, നിങ്ങളിങ്ങനെ ഏത് വണ്ടിയിലാണ് വന്നത്? കരിയദേവിൻ്റെ വണ്ടി. കരിയദേവിൻ്റെ വണ്ടിയാ നോക്കിയോ? ഇല്ല, ആ വണ്ടി കേരള സ്റ്റേറ്റ് വണ്ടിയാണ്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നിങ്ങൾ. ഭരണത്തിന് താഴെയല്ല പാർട്ടി, ഭരണത്തിന് മുകളില പാർട്ടി. നിങ്ങൾ ഒരിക്കലും എനിക്ക് കയറാൻ പാടില്ല. പിന്നെ ഞാൻ കയറിയിട്ടില്ലല്ലോ, എന്നോളം കയറിയിട്ടില്ല. ഇതൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മൾ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് PKV അദ്ദേഹം വീണ്ടും വന്നതാണ്. അല്ല, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കി നമ്മുടെ നാടിന്റെ പൊതുസ്ഥിതികളെ പറഞ്ഞല്ലോ. എന്താ നമ്മുടെ നാടിന്റെ സ്ഥിതി? നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ആരാധനായിട്ടുള്ള നേതാവ് സഖാവ് പന്ന്യൻ രവീന്ദ്രനെ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ, നാരായണ പെരിയ മാഷ്, ഈ ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് KP സുരേഷ് രാജ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലയുടെ നേതാക്കളായിട്ടുള്ള ജില്ലാ സെക്രട്ടറി CP ബാബു, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ T കൃഷ്ണേട്ടൻ, അതുപോലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള KV കൃഷ്ണേട്ടൻ, KS കുര്യാക്കോസ്, P ഭാർഗവി, അഡ്വക്കേറ്റ് B സുരേഷ് ബാബു, അതുപോലെ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ, മണ്ഡല സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട എല്ലാ സഖാക്കളെയും ഈ പരിപാടിയുടെ സംഘാടക സമിതിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസം അപ്പോഴാണ്
2-3 ആൾ ഇങ്ങനെ കണ്ടതിന്റെ വരുന്ന കൂടി നടന്നു വരുന്നതായിട്ട് ആ എഴുതിയപ്പോൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നിർണായകം എല്ലാ കണ്ടെത്തി കൈലാണത്തെ ദുഃഖത്തെ പറ്റി സംസാരിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ CPI വന്നു. രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഒന്നാമത്തെ കാര്യം മോദി ഗവൺമെന്റ് കാര്യം ആ മോദി ഗവൺമെന്റ് എന്തെങ്കിലും ചെറിയ പിഴവ് വന്നാൽ എല്ലാം മാറ്റി. പിന്നെ അത് ഫോൺ മാത്രമാണ്, കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടാകില്ല. കൈ പിടിച്ച് എത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കിട്ടിയാൽ ആ ഭരണത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഈ വേദിയിൽ ഇഷ്ടമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തെ എല്ലാ ആദരവുകളും ഈ പരിപാടിയുടെ
FI50D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FI550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.